ഹലോ, എൻ്റെ മാവിൻ്റെ പുതിയൊരു കളക്ഷൻ. പുതിയതല്ല, പഴയതാണ്. മാങ്ങ എല്ലാവർക്കും വളരെ അറിയാവുന്നൊരു മാങ്ങയാണ്, റൊമാനി മാംഗോ. അതിനെ നമ്മൾ ആപ്പിൾ റൊമാനിയ എന്ന് പറയും, ഐസ്ക്രീം മാംഗോ എന്ന് പറയും, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കൂടുതലും ആപ്പിൾ റൊമാനിയ എന്ന് പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണിത് സാധാരണ കൃഷി ചെയ്തു വരുന്നത്. കൂടുതലായിട്ടും ആ ഭാഗത്താണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. പക്ഷെ അതിൻ്റെ ഒരു കളക്ഷൻ എനിക്കുണ്ട്. ആ മാങ്ങയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വളരെ ടേസ്റ്റുള്ള നല്ലൊരു മാങ്ങയാണ്. കാരണം ഇത് എൻ്റെ ആപ്പിളിൻ്റെ ഷേപ്പ് കൊണ്ടാണ് ഇതിനെ ആപ്പിൾ റൊമാനിയ എന്ന് പറയുന്നത്. ആപ്പിളിൻ്റെ ഷേപ്പും ആപ്പിളിൻ്റെ കളറും വരും. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. കണ്ടോ, ഇതിങ്ങനെ കൊല കൊത്തി ശരിക്ക് കായ്ച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ആപ്പിളിൻ്റെ ഷേപ്പ്, ഇതിന് ആപ്പിളിൻ്റെ കളറും വരും. മറ്റ് ഇതൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഈ 3 മാത്രമല്ല, നമുക്ക് അതിനപ്പുറമൊക്കെ ഞാൻ ബാഗിട്ട് നിർത്തിയപ്പോണ്ട്. എനിക്ക് അങ്ങോട്ട് കയറി വീഡിയോ എടുക്കാനുള്ളൊരു അസൗകര്യം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതങ്ങ് റെഡിഷ് കളറാവും. റെഡിഷ് കളറും ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നല്ല വെറൈറ്റിയാണ്. അപ്പം ഇത് നമുക്ക് ഇത് ഞാൻ നട്ടേക്കുന്നത് സാധാരണ എല്ലാ പ്ലാന്റും ചെയ്തേക്കുന്ന പോലെ തന്നെ ഈ ഒരു ചെറിയ ചെടിച്ചട്ടി. ഇത് സാധാരണ ചെറിയ ചെടിച്ചട്ടിയാണ്, ചെടികളൊക്കെ വെക്കുന്ന ചട്ടിയാണ്. അതിൻ്റെ കടവണ്ണം കണ്ടോ, അത്രയും ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണ് ഇത് നട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡാർക്ക് കളറാണ് ലീഫ്. ഇത് ലീഫ് തിരിച്ചറിയാൻ വേണ്ടി ഇതിൻ്റെ ഒരു ഡിസൈനുണ്ട്. റൊമാനിയ മാംഗോയുടെ ലീഫിന് നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ഇതാണ്. ഇതിൻ്റെ ഓരോ ഞരമ്പിനും ഒരു ഡിസൈനുണ്ട്. പിന്നെ ഡാർക്ക് കളറായിരിക്കും ലീഫ്. പിന്നെ മാങ്ങ നല്ല ആപ്പിളിൻ്റെ ഷേപ്പും നല്ല ഫ്ലേവറും. ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ഇതാണ് ആപ്പിൾ റൊമാനി അല്ല ഐസ്ക്രീം മാംഗോ എന്നൊക്കെ പറയുന്ന ആ നല്ല ഇനത്തിൽപ്പെട്ട മാങ്ങ. അപ്പം ഇത് എനിക്കൊരു കളക്ഷനുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഒരു 30 മാങ്ങയോളം ഉണ്ട്. ഇത് പഴുത്ത് അതിൻ്റെ കറക്റ്റ് കളറും അതിൻ്റെ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഞാനൊരു വീഡിയോ കൂടെ എടുത്തിട്ട് ഇത് പൂളി കഴിച്ച് കാണിക്കാം. അന്നേരം ഇതിൻ്റെ കൂടെ കഴിക്കാൻ മറ്റു സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും തരാം. ഇപ്പം നമ്മളൊരു പച്ച കളറാണ് അത് കണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്ലാമറൊന്നും അത്ര ഇതായിട്ട് എഫക്റ്റ് ആവുന്നില്ല. അപ്പം കറക്റ്റ് അത് ആപ്പിൾ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാനത് പറിച്ച് പൂളി കാണിച്ചു തരാം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല. കാലാപ്പാടി, കുളമ്പ്, ആപ്പിൾ റൊമാനി, ഇങ്ങനെ അൽഫോൺസോ, ഇതൊക്കെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. നമ്മുടെ നാട്ടിലല്ല, ഇത് കൂടുതലും തമിഴ്നാട് ആ ഭാഗത്താണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ശരി, ഓക്കെ.